നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഏപ്രിൽ 9 ജനം വിധിയെഴുതൂ. മെയ് നമുക്കറിയാം ആർക്കാണ് ജനം ഇത്തവണ വിധി എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഏതായാലും പലയിടത്തും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിൽക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. ഏതായാലും ഒരു ജനശ്രദ്ധ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. ഇത്തവണ വളരെ തകർപ്പൻ പോരാട്ടം തന്നെ അവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, രമേശ് പിഷാരടിയാണ്. അദ്ദേഹം പല സ്റ്റേജ് ഷോകളിലും പല സിനിമകളിലും ഒക്കെ തന്നെ ജനങ്ങളെ നിമിഷ നേരം കൊണ്ട് പല നർമ്മം കലർന്ന സംസാര രീതിയിലൂടെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹം, അല്ല ഒരു കലാകാരനാണ് അദ്ദേഹം. പക്ഷേ അത് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ മഴയും വെയിലൊക്കെ കൊള്ളുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി രമേശ് പിഷാരടി പാലക്കാട് മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട് മത്സരിക്കാനാണ് പാർട്ടി പറഞ്ഞതെന്നും പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി തുറന്ന് സംസാരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. തൻ്റെ കംഫർട്ടിന് പ്രാധാന്യമില്ലെന്നും സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രശ്നമുള്ളയാളല്ല താനെന്നാണ് രമേശ് പിഷാരടി പറഞ്ഞിരിക്കുന്നത്. മുൻ MLA-മാരായ ഷാഫിയും രാഹുലും ചെയ്ത നല്ല കാര്യങ്ങൾ തുടരാനാണ് തൻ്റെ ലക്ഷ്യം. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, അദ്ദേഹം രാഹുലിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ, പരാതികളെല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. അതിലെ കോടതി തീരുമാനം അനുകൂലമായാലും പ്രതികൂലമായാലും രാഹുൽ അതിനെ നേരിടുകയാണ് വേണ്ടതെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഇപ്പോഴത്തെ MLA എന്ന നിലയിൽ താനാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം പറയാൻ രാഹുലിനെ വിളിച്ചിരുന്നു. പോലീസിൽ പോലും പരാതി എത്തും മുമ്പ് രാഹുലിനെ പാർട്ടി പുറത്താക്കിയതാണ്. വേറെ ഏത് പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്? ആശയങ്ങളുടെ പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് താൻ കരുതുന്നത്. മുഖ്യ എതിരാളി BJP ആണ്. ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമാകും താൻ പ്രാധാന്യം നൽകുക. മമ്മൂട്ടിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെയും നിർബന്ധിച്ച് പ്രചാരണത്തിന് കൊണ്ടുവരില്ലെന്നും രമേശ് പിഷാരടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി കോൺഗ്രസ് ഇപ്പോൾ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുകയാണ്. ആദ്യം പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന് പറഞ്ഞിരുന്നത് ആ ഡേറ്റ് ഒന്ന് പറയട്ടെ, അതിനുശേഷം ഞങ്ങൾ ഉടൻ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. അത് വെറും പാഴ്വാക്കായി മാറി. 55 പേരെടുക്കുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യ പട്ടികയിൽ MP-മാർ ആരുമില്ല എന്നതാണ് ശ്രദ്ധേയം. കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടാണ് ആദ്യ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ലെന്നായിരുന്നു വിവരം. പറവൂർ VD സതീശൻ, പേരാവൂരിൽ സണ്ണി ജോസഫ്, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, പാലക്കാട് രമേശ് പിഷാരടി, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, മലമ്പുഴയിൽ A സുരേഷ്, മാനന്തവാടിയിൽ ഉഷ വിജയൻ, കോവളത്ത് M വിൻസെന്റ്, കൊയിലാണ്ടിയിൽ K പ്രവീൺ കുമാർ എന്നിവരായിരുന്നു സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിൽ നിന്ന് ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നോട്ട് പോയിരിക്കുകയാണ്. K സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും കടുംപിടുത്തത്തിന് മുന്നിൽ വഴങ്ങിയ പാർട്ടി നേതൃത്വം ഇരുവർക്കും പ്രത്യേക ഇളവ് നൽകാൻ തത്വത്തിൽ തീരുമാനിച്ചു. ഇതോടെ കണ്ണൂരിൽ K സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും UDF സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പായി. സുധാകരൻ ഉയർത്തിയ കടുത്ത ഭീഷണിയും പ്രാദേശിക വികാരവും കണക്കിലെടുത്ത് നടത്തിയ ഈ വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയിരിക്കുകയാണ് അടൂർ പ്രകാശ്. അനുനയ നീക്കങ്ങൾക്കിടയിലും മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന സൂചന നൽകി സുധാകരൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി. MP എന്ന നിലയിൽ കേരള ഹൗസിലും ഡൽഹി CPWDയിലുമുള്ള മുഴുവൻ കുടിശ്ശികകളും അദ്ദേഹം തീർത്തു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയും നൽകി കഴിഞ്ഞു. ഡൽഹിയിലെ തന്നെ ഔദ്യോഗിക വസതിയായ ഗോദാവരിയിൽ വെച്ച് മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ താൻ നിർദ്ദേശിച്ച പേരുകൾ വെട്ടിനിരത്തിയതിലുള്ള കടുത്ത അമർഷം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ഹൈക്കമാൻഡ് അനുനയ തീരുമാനത്തിലെത്തി. MP-മാർ മത്സരിക്കേണ്ട എന്ന മാനദണ്ഡം മാറ്റാൻ സുധാകരൻ നടത്തിയ പോരാട്ടം കോന്നിയിൽ അടൂർ പ്രകാശിനും വഴി തുറന്നു. സുധാകരന് മാത്രം ഇളവ് നൽകിയാൽ അത് മറ്റ് MP-മാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന വിലയിരുത്തലാണ് അടൂർ പ്രകാശിനും പച്ചക്കൊടി കാട്ടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. കണ്ണൂർ സീറ്റ് നിലനിർത്താൻ സുധാകരൻ തന്നെ വേണമെന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദവും ഹൈക്കമാൻഡിനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി വൈകി KC വേണുഗോപാലിന്റെ വിശ്വസ്തർ സുധാകരനുമായി നടത്തിയ ചർച്ച
നിർണായകമായിരുന്നു. പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് ഹൈക്കമാൻഡ് അനുകൂല തീരുമാനം എടുക്കുമെന്നുള്ള ഉറപ്പിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയത്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ 55 പേരുടെ ആദ്യ പട്ടികയിൽ കണ്ണൂരും കോന്നിയും ഒഴിവാക്കിയത് ഈ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായിരുന്നു. വരും ദിവസങ്ങളിൽ ഇരുവർക്കുമുള്ള ഔദ്യോഗിക ഇളവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഡൽഹിയിൽ നിന്നുണ്ടാകും. കണ്ണൂരിൽ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും UDF സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പായി. ഈ വിട്ടുവീഴ്ചയുടെ തുടർച്ചയായി ആലപ്പുഴയിൽ KC വേണുഗോപാലും അംഗത്തിനിറങ്ങിയേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വൻ ക്ലൈമാക്സ് ട്വിസ്റ്റുകൾക്ക് വഴി തുറക്കുകയാണ്. ബുധനാഴ്ച രാവിലെ ഡൽഹിയിൽ നടത്താനിരുന്ന നിർണായക വാർത്താ സമ്മേളനം അവസാന നിമിഷം സുധാകരൻ ഒഴിവാക്കി. ഹൈക്കമാൻഡിൽ നിന്ന് അനുകൂല ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. MP സ്ഥാനത്തെ ബാധ്യതകൾ തീർത്ത് പത്രിക സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. താൻ മത്സരിച്ചില്ലെങ്കിൽ കണ്ണൂർ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന ഭീഷണിയും പ്രാദേശിക വികാരവും ഫലം കണ്ടുവെന്നാണ് സൂചന. സുധാകരന് ഇളവ് നൽകാൻ തീരുമാനിച്ചതോടെ സമാനമായ ആവശ്യമുന്നയിച്ച അടൂർ പ്രകാശിനെയും തഴയാൻ നേതൃത്വത്തിന് കഴിയില്ല. ഇതോടെ കോന്നിയിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങി. ഈഴവ പ്രാതിനിധ്യവും ശിവഗിരി മഠമടക്കമുള്ള കേന്ദ്രങ്ങളുടെ താല്പര്യവും പരിഗണിച്ചാണ് ഈ ഇരട്ട ഇളവ് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള സംസാരം. MP-മാർക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചതോടെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മത്സരിക്കുമോ എന്നതാണ് പുതിയ ചർച്ച. ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിച്ചാൽ അത് UDFന് വലിയ മേൽക്കൈ നൽകുമെന്ന റിപ്പോർട്ടും നേതൃത്വത്തിന് മുന്നിലുണ്ട്. താൻ മത്സരത്തിലില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ സമവാക്യങ്ങൾ മാറിയതോടെ KC വേണുഗോപാലിനെ അംഗത്തിനിറക്കി ഒരു മാസ്റ്റർ സ്ട്രോക്ക് പരീക്ഷിക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് വേണ്ടെന്നാണ് KC വേണുഗോപാൽ ഇപ്പോൾ പറയുന്നത്.